ഉത്തരപ്പള്ളിയാറിന്റെ പുനരുജ്ജീവനം സജീവ ചർച്ചയാകുമ്പോൾ ആശങ്ക വിട്ടൊഴിയാതെ ആറൊഴുകിയിരുന്ന സ്ഥലത്തെ ഇന്നത്തെ താമസക്കാർ. രൂക്ഷമായ കയ്യേറ്റത്തെ തുടർന്ന് ഒഴുക്കുനിലച്ച ഉത്തരപ്പള്ളിയാറിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ, പഞ്ചായത്ത്, ഇറിഗേഷൻ, PWD എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സംയുക്ത പരിശോധനയും നടത്തിയിരുന്നു. ആല റൂറൽ ഡെവലപ്മെന്റ് കൾച്ചറൽ സൊസൈറ്റിയുടെ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത്. അടുത്ത മാസമാണ് പഠനം നടത്തിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, എണ്ണക്കാട് വില്ലേജുകളിലൂടെ ഒഴുകുന്ന ആറിന്റെ 10 കിലോമീറ്റർ ഭാഗം ഇപ്പോൾ നേർത്ത നീർച്ചാൽ മാത്രമാണ്. കുളിക്കാംപാലം മുതൽ 2 കിലോമീറ്റർ ദൂരം ആറ് പൂർണ്ണമായും അപ്രത്യക്ഷമായി. എന്നാൽ ആറ് ഒഴുകിയിരുന്നതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ കാണാം. പഴയ കുളിക്കാംപാലം ചന്തയിൽ നിന്ന് കുട്ടനാട്ടിലേക്ക് കപ്പ ഉൾപ്പെടെയുള്ള ചരക്കുകൾ എത്തിച്ചിരുന്നത് ഈ ആറിലൂടെയായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ഉത്തരപ്പള്ളിയാർ ഒഴുകിയിരുന്ന സ്ഥലത്ത് പതിറ്റാണ്ടുകളായി താമസിച്ചു വരികയാണെന്ന് ചെറിയനാട് കുളിക്കാംപാലം ചരുവിള പുത്തൻവീട്ടിൽ ഷേർലി പറയുന്നു. എൻ്റെ പേര് ഷേർലി. എൻ്റെ അച്ഛനും അമ്മയും മേടിച്ച സ്ഥലമാണ്. എനിക്ക് തന്നിട്ട് അവർ മരിച്ചുപോയി. ഇപ്പൊ 4 സെന്റ് ഭൂമിയുണ്ട്. ഇപ്പൊ സർക്കാർ ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും, അല്ലാതെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഉത്തരപ്പള്ളി ആറ് വരുന്നെന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. ഞങ്ങൾ എന്തോ വേണം, സർക്കാർ ഇതിന്റെ ഉത്തരം പറയണം. ഞങ്ങൾക്ക് ഇതിന്റെ നഷ്ടപരിഹാരം തന്നെങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇറങ്ങത്തില്ല. ഞങ്ങൾക്ക് ആകെ ഉള്ളത് 4 സെന്റ് ഭൂമിയാണ്. ഇത് കളഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടവും ഇല്ല. അതുകൊണ്ട് ഇത് സർക്കാർ ഞങ്ങൾക്ക് പകരം ഇത് സ്ഥലവും വീടും തരുവാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങാം, അല്ലാതെ ഞങ്ങൾ ഇറങ്ങത്തില്ല. ഉത്തരപ്പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആറിന്റെ പുനരുജ്ജീവനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആല റൂറൽ ഡെവലപ്മെന്റ് കൾച്ചറൽ സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ പേര് VS ഗോപാലകൃഷ്ണൻ. ഞാൻ ആലയിൽ പ്രവർത്തിക്കുന്ന റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ഉത്തരപ്പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കേരള ഹൈക്കോടതിയിലെ 2 കേസുകൾ കൊടുത്തു. ഒരു കേസിൻ്റെ വിധിയായി. ആ കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ 2022 നദി പുനരുജ്ജീവിപ്പിക്കാനും കോടതി ഉത്തരവ് നടപ്പാക്കാനും വേണ്ടി ഉത്തരവായിട്ടിരുന്നത്. പക്ഷേ ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടപ്പാകുന്നില്ല. ഇത് അനധികൃതമായ കയ്യേറ്റവും പതിച്ചു കൊടുക്കൽ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോഴീ കൈവശമിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് മിടുക്കന്മാരായ ഇതിൻ്റെ കയ്യേറ്റം ഭൂമി കയ്യേറി പതിപ്പിച്ച് വാങ്ങിച്ചവരെ, അല്ലെങ്കിൽ അവരെ സാധാരണ ആളുകളെ കബളിപ്പിക്കുക ചെയ്തത്. അവർ നിരപരാധികളാണ് യഥാർത്ഥത്തിൽ. ഇപ്പോഴീ പുഴ കൈയുടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ കുറഞ്ഞ ആളുകളായിട്ട് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവർ വാങ്ങിച്ചവരാണില്ല. യഥാർത്ഥത്തിൽ അവരാരും ഭൂമിയുടെ ഈ കയ്യേറ്റക്കാരല്ല. അതുകൊണ്ട് പുഴ പുനർജീവിപ്പിക്കാൻ വേണ്ടി കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർക്കാർ അതിനുവേണ്ടി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 23-ാം തീയതി ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം ഇവിടെ വന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു, ആ നദി പുനർജീവിപ്പിക്കണമെന്നാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. അത് പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വന്നത്. മന്ത്രി സഹിച്ചറിയാനാണെന്നൊരു പറഞ്ഞതെന്നറിയാവോ, 5 മീറ്റർ വീതിയിൽ ഉത്തരപ്പള്ളിയാറ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുനർജീവിപ്പിക്കും. വീതിയുള്ള സ്ഥലങ്ങളിൽ അത്രയും വീതിയും, ഇല്ലാത്ത സ്ഥലങ്ങളിൽ 5 മീറ്ററെങ്കിലും വീതിയിൽ ഉത്തരപ്പള്ളിയാറ് വെള്ളം ഒഴുകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. ഈ നദിയുടെ തീരത്ത് താമസിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് ഈ ആറ്റിലെ മലിനജലം കുടിച്ചിട്ട് ക്യാൻസർ രോഗമുള്ളതെന്നത് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ നദി ഉണ്ടാകണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. സർക്കാർ അതിനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, പാവങ്ങളായ കുറേയേറെ ആളുകൾ വഞ്ചിക്കപ്പെട്ട് ഈ സ്ഥലം വാങ്ങി ഈ ഉത്തരപ്പള്ളിയാറ്റിൽ വീട് വെച്ചിട്ടുണ്ട്. അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാണെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ നമുക്ക് നദി വീണ്ടും കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഈ പാവപ്പെട്ട ആളുകളെ, വഞ്ചിക്കപ്പെട്ട ഈ ആളുകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യം തന്നെയാണ്. ഞങ്ങൾ ഹൈക്കോടതി കേസ് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യം അതാണ്. ഒരു കാര്യം ഇതാണ്, ഈ ഭൂമി ഏറ്റെടുക്കുമ്പോഴേ കയ്യേറ്റമുള്ളത് ഒഴിപ്പിക്കുക, സർക്കാർ പതിച്ചു കൊടുത്ത പ്രദേശങ്ങൾക്ക്
ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്ത് അത് ഭൂമി ഏറ്റെടുത്ത് പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ചെറിയനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, നെടുവരംകോട് മഹാദേവ ക്ഷേത്രം, കുതിരവട്ടം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെ 5ഓളം ക്ഷേത്രങ്ങളുടെ ആറാട്ട് ഇപ്പോഴും നടക്കുന്നത് ആല പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഉത്തരപ്പള്ളിയാറ്റിലെ നെടുംവരങ്കോട് ആറ്റുകടവിലാണ്. വെള്ളം കുറവാകുന്ന വേളയിൽ പുറത്തുനിന്നും ജലം കടവിലേക്ക് എത്തിച്ചാണ് ഈ ക്ഷേത്രങ്ങളിലെ ആറാട്ട് നടത്തിപ്പോരുന്നത്. 5 പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് പാടശേഖരങ്ങളുടെ ജലസ്രോതസ് എന്നതിനൊപ്പം മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത ക്ഷേത്രങ്ങളുമായി ആറിന് ബന്ധമുള്ളതിനാൽ ഒരു പുണ്യനദി എന്ന പരിവേഷവും ഉത്തരപ്പള്ളിയാറിനുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.